പറയപ്പെടുന്ന മലഞ്ചെരിവുള്ളത്. അപ്പോൾ അവിടെ വീടുകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ഷഅബ് അബി ത്വാലിബ്, ഷഅബ് ബനി ഹാഷിം. അപ്പോൾ അവിടെയാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ട വീടെന്ന് പറയപ്പെടുന്നതാണ്. ഓക്കെ, ഇവിടെയാണ്. അപ്പോൾ ഇപ്പോൾ അതൊരു ലൈബ്രറി ആക്കിയിട്ടുണ്ട്, മക്തബയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് എവിടെയാണ് റസൂലുള്ളാഹി പ്രസവിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ വീടിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ നമുക്ക് കാണുന്ന ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന ആ ഒരു പർവ്വതം, അതിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിരുന്നു. നബി തങ്ങളെ പട്ടിണിക്കിട്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ നബി തങ്ങൾ താമസിച്ച ഷഅബ് അബി ത്വാലിബ് എന്ന് പറയുന്ന പർവ്വതം, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ കറക്റ്റ് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നോക്കിയത് ഹെലികോപ്റ്ററൊക്കെ മുകളിൽ പോകുന്നത്, ഇത് ഈ ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോലൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ഹറമിൽ സഫാ മർവ സഅയ് ചെയ്ത് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ കണ്ടൊരു കരളലിയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഓക്കെ, കാലില്ലാത്ത ആളുകൾ നോക്കിയതാ, ഇത് ഒരാളൊന്നുമല്ല, ഇതുപോലത്തെ കുറേ ആളുകൾ. ഇയാൾക്കും കാലില്ല, അവിടെ എല്ലാവരുടെയും കാല് കൃത്രിമ കാലാണ്, അവിടെയും കാല് കൃത്രിമ കാലാണ്. അവിടെ എല്ലാവരുടെയും, അവിടെയുള്ള ആളുകളുടെ മൊത്തം കാലുകൾ കൃത്രിമ കാലുകളാണ്. അപ്പോൾ ഒരു വിഷമിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഒരാൾ നോക്കി, കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെയുള്ള ഹാജിമാരൊക്കെ വരുന്നത്. ഇവിടെ എല്ലാവരും കൃത്രിമ കാലാണ്, അവിടെ ഇരുന്നിട്ടുള്ള ആളുകളൊക്കെ കൃത്രിമ. ഇവിടെ നോക്കി 2 കാലില്ലാത്ത ആളാണ് ഇവിടെ ഹജ്ജ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അള്ളാഹുവിനെ നമ്മൾ എത്ര ശ്രദ്ധിക്കണം. ഇവരൊക്കെ ഹജ്ജ് ചെയ്യാണ്. നോക്കിയ മാഷാ അല്ലാഹ്, ഇവരുടെ ഒരു ഈമാൻ നമ്മൾ നോക്കണം കേട്ടോ.